ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പകൽക്കാലം നമുക്കൊന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനങ്ങളെയും അറിയിക്കുന്നു. അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണ് യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇത് വാക്യത്തിനകത്ത് 2 പദങ്ങളുണ്ട്. ഒന്ന് എഴുന്നേൽക്കുക, 2 ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഒന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും എഴുന്നേൽക്കുക എന്ന പദം കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി നിന്ന മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക, എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. അപ്പം എഴുന്നേൽപ്പീൻ എന്ന പദവും ആമേൻ ഭയപ്പെടേണ്ട എന്ന പദവും വളരെ ആമേൻ സ്തോത്രം ആമേൻ അർത്ഥവത്തായുള്ള പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുമ്പോൾ, തന്റെ ശിഷ്യന്മാരും അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞ പദങ്ങളിൽ ഒരു പദമാണ് എഴുന്നേൽപ്പീൻ. എഴുന്നേൽപ്പീൻ, ബാലെ എഴുന്നേൽക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേൽക്കുക എന്ന പദം വളരെ പ്രാധാന്യമേറിയ പദമാണ്. ആമേൻ ഭയപ്പെടേണ്ട. ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറവാൻ കരുത്തുള്ളത് ഭയമില്ലാത്ത ഒരാൾക്ക് മാത്രമേ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ആമേൻ സ്വർഗാരോഹണത്തിന് മുമ്പായി ആമേൻ ഭയപ്പെട്ട വാതിലുകളും കതകുകളും എല്ലാം അടച്ചിരുന്ന അതിനകത്തിരുന്ന പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അപ്പൊ ഭയം മാറിയാൽ സമാധാനം വെളിപ്പെടും. സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഭയം വാഴുന്നത്. ഭയം മാറിയാൽ ആമേൻ സമാധാനം വെളിപ്പെടും. സമാധാനം വാഴാൻ തുടങ്ങിയാൽ ഭയങ്ങൾ ഭവനങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ആമേൻ പുറത്താകും. ആമേൻ സ്തോത്രം, മറന്നു പോകരുത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കരസ്പർശനത്തെ കുറിച്ചാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ കരസ്പർശനം 3.5 വർഷക്കാലത്ത് തന്റെ പരസ്യ ശുശ്രൂഷയെങ്കിൽ ഈ കരസ്പർശനം അനേകർക്ക് ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ കരം അനേകരുടെ അത്ഭുതത്തിന്റെ കരമായിരുന്നു. താഴ്ചയിൽ ഇരുത്തുന്നവനെ ഉയർത്തിയ കരമായിരുന്നു. മുടന്തനെ എഴുന്നേൽപ്പിച്ച കരമായിരുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കരമായിരുന്നു. കുരുടന്റെ കണ്ണിൽ ചേർണ്ടാക്കി പുരട്ടിയ കരമായിരുന്നു. ആ 5 2 മീനെയും 5000 കൊടുത്ത കരമായിരുന്നു. ആമേൻ, ആമേൻ. മരിച്ച ആമേൻ ഹല്ലേലൂയ ബാലയെ എഴുന്നേൽപ്പിച്ച കരമായിരുന്നു. അങ്ങനെ അവൻ യേശുവിന്റെ കരം അത്ഭുതങ്ങളുടെ കരമാണ്. ആ കരത്തിൽ എത്തപ്പെട്ടവരാരും ആമേൻ മൗനമായി ഇരുന്നിട്ടില്ല. ആ കരത്തിൽ എത്തപ്പെട്ടവരാരും ചലിക്കാതിരുന്നിട്ടില്ല. അവരുടെ വിഷയങ്ങൾക്കകത്തളങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മ പറയുക, ദൈവത്തിന്റെ കരം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിന്റെ വിഷയങ്ങൾക്കകത്ത് ദൈവം പരിഹാരം കണ്ടിട്ടുണ്ട്. നിന്റെ വിഷയങ്ങൾക്കകത്ത് കർത്താവ് പരിഹാരം തന്നിട്ടുണ്ട്. മാനുഷികമായ കൈകൾ താണുപോകുന്ന കരമാണ്. മാനുഷികമായ കരങ്ങൾ അത് കുറഞ്ഞു പോകുന്ന കരമാണ്. അത് അടിച്ചമർത്തുന്ന കരമാണ്. അത് തകർത്തു കളയുന്ന കരമാണ്. ആമേൻ സ്തോത്രം. അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കരമാണ്. എന്നാൽ ദൈവത്തിന്റെ കരം തടസ്സത്തെ പൊളിക്കുന്നതാണ്. അടിച്ചമർത്തപ്പെട്ടവരെ പുറത്തെടുക്കുന്നതാണ് ദൈവത്തിന്റെ കരം. ദൈവത്തിന്റെ കരം സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ആമേൻ പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ പകരുന്നത്, വിശ്വാസമില്ലാത്തവരുടെ മേൽ വിശ്വാസത്തെ പകരുന്നതുമാണ് ദൈവത്തിന്റെ കരം. അപ്പൊ ഒന്നാമത്തെ പദം ആമേൻ സ്തോത്രം, യേശുവിന്റെ കരത്തിന് നിന്റെ ഭയത്തെ മാറ്റാൻ കഴിയും. നാളുകളായി നിന്നെ അലട്ടുന്ന ഭയം എന്ന ദുരാത്മ മണ്ഡലത്തെ ഇന്ന് പകൽ സ്വർഗത്തിന് മാറ്റാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ കരത്താൽ ഇന്ന് പകൽ ചില ഭയങ്ങൾ പടിയിറങ്ങട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്നും അലട്ടുന്ന, നാളുകളായി അലട്ടി തളർത്തിക്കളയാൻ നോക്കുന്ന ഭയമെന്ന
കുട്ടവ്യാപാരം ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ. എവിടെയാണോ ഭയം പിടികൂടിയത്, എവിടെയാണോ ഭയം കടന്നു കയറിയത്, ആ മേഖലയിൽ നിന്നും ഭയപ്പാടുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ജയമെടുക്കാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. പഠനത്തിൽ പുറകോട്ട് തള്ളി മാറ്റിയ ഭയം, ഉപജീവന മാർഗങ്ങളിൽ വഴികളെ മുടക്കിയ ഭയം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മുന്നേറുവാൻ കഴിയാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ച ഭയം, ഹല്ലേലൂയ. ആമേൻ, ജോലി ചെയ്യുന്നിടത്ത് സമാധാനം നൽകാത്ത ഭയം, ആമേൻ, ആശയക്കുഴപ്പങ്ങൾ ഇടുന്ന ഭയം, ആമേൻ, ഇന്ന് പകലിൽ ഭയത്തിന്റെ കെണി പൊട്ടി മാറട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, മാനുഷ ഭയം ഒരു കെണിയാത്രേ. ആമേൻ, ഈ കെണി ഇന്ന് പകൽ പൊട്ടി മാറിയാൽ നിന്റെ ഭവനം സ്വതന്ത്രമാകും, കുടുംബജീവിതങ്ങൾ സ്വതന്ത്രമാകും, തലമുറകൾ സ്വതന്ത്രമാകും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു മാനുഷിക ഭയം ഒരു കെണിയാത്രേ? ഭയങ്ങൾ ഇന്ന് പകൽക്കാലം പുറത്താക്കപ്പെടട്ടെ. ഭയത്തെ മാറ്റുവാൻ ഒരു ഡോക്ടർക്കും കഴിയത്തില്ല, ഭയത്തെ മാറ്റുവാൻ ഒരു മരുന്നിനും സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് പകൽ ഭയത്തെ മാറ്റുന്ന ഏക മരുന്ന് യേശുവിന്റെ കരമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിന്റെ ഭയത്തെ മാറ്റുന്ന കരം യേശുവിന്റെ കരമാണ്. നിന്റെ ഭയത്തെ മാറ്റുന്ന കരം യേശുവിന്റെ കരമാണ്. യേശുവിന്റെ കരം ഇന്ന് പകലിൽ നിന്നെ സ്പർശിച്ചാൽ ഭയങ്ങൾ പടിയിറങ്ങും. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഭയപ്പാടുകൾ അകത്ത് കയറിയ ആമേൻ മുൻപോട്ട് എങ്ങനെ പോകും, ആമേൻ, ഹല്ലേലൂയ എന്നൊക്കെയുള്ള ആകുല ചിന്തകളാൽ ഭയപ്പാടുകൾ അകത്തു കയറിയ ദൈവകരം ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. യേശുവിന്റെ കരത്തിന്റെ സ്പർശനം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് ഭയം നൽകുന്ന സ്തോത്രം കരമല്ല, ഭയത്തെ മാറ്റുന്ന കരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ കരം കുറുകിപ്പോകുന്ന കരമാണ്, മനുഷ്യന്റെ കരം താന്നു പോകുന്ന കരമാണ്. മനുഷ്യന്റെ കരം 70 ഏറെയായാൽ 80 വരെയുള്ള കരമാണ്. എന്നാൽ ദൈവത്തിന്റെ കരം അനാദിയായും ശാശ്വതമായും പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവം എന്ന് പറയത്തക്ക നിലവാരത്തിൽ ആ കരം പണ്ടു മുതൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. അത് നമ്മെ നിത്യതയിലെ അടുപ്പിക്കുന്നത് വരെ ആ കരം നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന കരമാണ്. ഇന്ന് പകൽ ആ കരത്തിന്റെ സ്പർശനം അനുഭവിച്ചറിഞ്ഞവർ, ആ കരത്തിന്റെ ചൂട് അനുഭവിച്ചറിഞ്ഞവർ, ആ കരത്തിൽ നിന്നും നന്മ പ്രാപിച്ചവർ, ആ കരത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവർ, ആ കരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവർ, ആ കരത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെട്ടവർ ഇന്ന് പകൽ ആത്മാവിന്റെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഭയപ്പാടുകൾ അഴിയട്ടെ. കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഭയപ്പാടുകൾ ആമേൻ ദൂരെ പോകട്ടെ. ചിലരോട് ദൈവാത്മാവ് പറയുക, ഭയപ്പാടുകളെ മാറ്റുന്ന ദൈവകരം യേശുവിന്റെ കരം നിന്റെ വീടിനകത്തുണ്ടെങ്കിൽ ഭയപ്പാടുകൾ മാറും. ആമേൻ. നിന്നെ ഭയപ്പെടുത്തുന്നത് കർത്താവല്ല. കർത്താവിനാരെയും ഭയപ്പെടുത്തണ്ട, കർത്താവിനാരെയും പേടിപ്പിക്കണ്ട, കർത്താവിനാരെയും തകർക്കണ്ട. തകർന്നതിനെ പണിയുന്ന ഉത്തരവാദിത്തമാ. ആമേൻ, ഹല്ലേലൂയ. ഭയപ്പാടിലിരുന്ന മനുഷ്യന്റെ ഭയപ്പാടുകളെ മാറ്റി സമാധാനത്തെ പകരുന്നവനാണ് കർത്താവ്. കർത്താവിന് ആർക്കും ഭയം തരേണ്ട ആവശ്യമില്ല. അവൻ ഇന്ന് പകൽ ഭയം പിശാചിൽ നിന്നാണ് വരുന്നത്. പിശാചിൽ നിന്നും വരുന്ന ഭയം ഇന്ന് പകൽ കർത്താവിന്റെ കരസ്പർശനത്തിലൂടെ അത് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം തലമുറയോർത്തുള്ള ഭയം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഭൗതികമായ മേഖലകളെ ഓർത്തുള്ള ഭയം, മുൻപോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഭയം, അങ്ങനെ പല വിധത്തിൽ പല ആമേൻ സ്തോത്രം വിധത്തിലുള്ള ഭയം. രാത്രിയെ ഭയം, പകലിനെ ഭയം, ആമേൻ. 10 പേർ കൂടി നിൽക്കുന്നിടത്ത് ഭയം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഹനം ഓടിക്കാൻ ഭയം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പുറത്തു പോകാൻ ഭയം, അകത്തു വരാൻ ഭയം. ഇങ്ങനെ പല വിധത്തിൽ മനുഷ്യൻ ആമേൻ ഭയത്തിന്റെ കരാരമായ ഹസ്തത്തിനകത്ത് ആമേൻ പിടിമുറുകി ഞെരിഞ്ഞ വരുമ്പോൾ ഇന്നു പകൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അറിഞ്ഞുകൊള്ളണം, ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ഒരു കരമുണ്ട്. ആ കരം നിന്നെ ശക്തീകരിക്കുന്നതാണ്, ആ കരം നിന്നെ ബലപ്പെടുത്തുന്നതാണ്. യഹോവയെ കാത്തിരിക്കുന്നവരെ നിങ്ങൾ ശക്തിയെ പുതുക്കും, നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. എന്താ കാര്യം? അതാ കരത്തിന്റെ സ്പർശനമാണ്.
ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഒറ്റയ്ക്ക് പടകിലൂടെ കടന്നു പോകുകയാ. ആമേൻ. സ്തോത്രം. 5 അപ്പം 2 മീനും 5000 കൊടുത്ത ശേഷം യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കി അക്കരയ്ക്ക് പോകാൻ വേണ്ടി, യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ, പ്രിയരെ ശ്രദ്ധിക്കണമേ, പറഞ്ഞയക്കുമ്പോൾ ആമേൻ ആമേൻ രാത്രി 4-ാം യാമത്തിൽ ആമേൻ 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 പടകിന് നേരെ ആഞ്ഞടിച്ച പ്രതികൂലം. ആമേൻ പടി 18 നോക്കിയിട്ട് കാറ്റടങ്ങുന്നില്ല, കടൽ ശാന്തമാകുന്നില്ല. ആമേൻ എന്തെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ യേശു കർത്താവരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഭയപ്പെടേണ്ട, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ആമേൻ ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ പടകിൽ ഉള്ളപ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടായി. അമരത്ത് തലയിണ വെച്ചവൻ കിടന്നുറങ്ങുകയാണ്. ആമേൻ കാറ്റും കടലും ശാന്തമായി. ആമേൻ ഗുരുവിനെയും ശിഷ്യന്മാരെയും ഒറ്റയടിക്ക് തകർത്തുകളയാൻ പിശാച് വെച്ചിരുന്ന കെണികളെ ഒറ്റ വാക്കിനാൽ അതിനെ ശാന്തമാക്കിയ കർത്താവ്. ആമേൻ സ്തോത്രം സ്തോത്രം. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ ആമേൻ ഉണർത്തി അവനോട് ചോദിക്കുമ്പോൾ യേശു കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അല്പവിശ്വാസിയെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രതിസന്ധികൾക്കോ പ്രതികൂലങ്ങൾക്കോ കാറ്റുകൾക്കോ അനർത്ഥങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ പ്രതിബന്ധങ്ങൾക്കോ തടസ്സങ്ങൾക്കോ ഒന്നും നിന്നെ തകർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, യേശുവിന്റെ കരം പടകിൽ ഉള്ളിടത്തോളം കാലം നീ സ്വസ്ഥമായി വസിക്കും. യേശുവിന്റെ കരം നിന്റെ വീടിനകത്തുള്ളിടത്തോളം കാലം നിന്റെ വീട് സേഫാണ്. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ല. കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പഴയ നിയമത്തെ കണ്ടെടുത്ത സംഹാരകൻ കയറാതെ പോയപ്പോൾ പുതിയ നിയമത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ അവന്റെ രക്തം എന്റെ ശരീരത്തിൽ ഞാൻ ചൂടടയാളമായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ബാധയും അടുക്കത്തില്ല, ഒരനർത്ഥവും അടുക്കത്തില്ല. ഇന്ന് മകൻ എത്ര പേർ വിശ്വസിക്കുന്നു? ഭയപ്പാടുകളെ തകർക്കുന്ന ഒരു ദൈവിക കരത്തിന്റെ ഇടപാടുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഭയപ്പാടുകളെ മാറ്റുന്ന കർത്താവിന്റെ കരത്തിന്റെ ഇടപെടലുകൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. യോഹന്നാൻ കാണുന്ന ദർശനത്തിനകത്ത് യോഹന്നാൻ പറയുന്ന ഒരു പദം, ആ ദർശനത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുകയാ, വായിച്ചോ? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ ആയി. അപ്പൊ കർത്താവ് പറഞ്ഞ സത്യമാണ്. മോശയോട് കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്ന നാളിൽ നീ മരിക്കും, എന്നെ കാണുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. മനുഷ്യർക്കാർക്കും എന്നെ കാണാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ ദൈവത്തെ കണ്ട ശിഷ്യൻ, ആമേൻ ഹല്ലേലൂയ, യോഹന്നാൻ. പക്ഷേ ആമേൻ സ്തോത്രം, ആമേൻ അവിടെ ഒരു പദം യോഹന്നാൻ പറയുന്നു, അവനെ കണ്ട നാളിൽ ഞാൻ മരിച്ചവനെ പോലെ, മരിച്ചുപോയെന്നല്ല, മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. കേട്ടോ, ആദ്യത്തെ പദം ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകുന്നു. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 1-ാം മാസത്തിന്റെ 4-ാമത്തെ ഞായറാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ആലോചന പറയുന്നു. നീ സേവിക്കുന്നവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാണ്. അവൻ മറന്നു പോകരുത്, ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാണ്. ഇന്ന് പകൽ ആ ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. ആ ദൈവത്തിന് നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. ആ ദൈവത്തിന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. ആ ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങളെ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് മറന്നു പോകരുത്, അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാണ്. മരിച്ചവനല്ല, അവൻ ജീവനുള്ളവനാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്, ജീവനുള്ളവനാണ്. ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്നവനാണ്, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ്, തെക്കിനോട് തരാനും വടക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കുന്നവനാണ്. ആമേൻ ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് പകലിൽ മറന്നു പോകരുത്. ആത്മശക്തി നിങ്ങളുടെ മേൽ നിഴലിട്ടാൽ അസാധാരണമായ കാര്യങ്ങളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവൻ യോഹന്നാൻ അവിടെ പറയുന്ന ഒരു പദം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി, ആമേൻ കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. എന്നോട് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അതെ, ഇന്ന് പകൽ ഭയത്താൽ അടിമപ്പെട്ട ചിലവരോട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. യേശു ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമായി നിന്റെ പടകിനകത്തുണ്ട്. ഒന്നും കൂടി ആവർത്തിക്കട്ടെ, നിന്റെ പടക് മുക്കാൻ നോക്കുന്നവർ മുങ്ങത്തേ ഉള്ളൂ. നിന്റെ പടക് മുങ്ങിപ്പോകത്തില്ല. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ്. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ്. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ മറന്നു പോകരുത്, അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയം മാറ്റുന്ന കർത്താവ്, ഭയപ്പാടുകളെ മാറ്റുന്ന കർത്താവ്. ആമേൻ ആമേൻ. ഭയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥകൾക്കകത്തളങ്ങളിൽ ആമേൻ ഭയപ്പാടുകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് യേശു അടുത്ത് എന്ന് അവനെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യോഹന്നാൻ പറയുക, അവനെ കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി. അപ്പൊ ഒന്ന്, യേശുവിന്റെ കരസ്പർശനം നിന്നെ തകർക്കുന്നതല്ല, നിന്റെ ജീവിതത്തെ കെട്ടിയ ഭയത്തെ അഴിച്ചു മാറ്റി സമാധാനത്തെ പകരുന്നതാണ് യേശുവിന്റെ കരസ്പർശനം. രണ്ടാമത്തെ പദത്തിലേക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. കണ്ടോ, തൊട്ടാൽ ചുമന്നു വന്നവർ നിൽക്കും. കാരണം പിന്നെ ചുമക്കേണ്ടി വരൂല. സ്തോത്രം. യേശു മഞ്ചത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മുൻപോട്ട് ഒരടി നടക്കേണ്ടി വരികയില്ല. ഇനിയും ചുമക്കേണ്ട ആവശ്യം വരികയില്ല. അവൻ ചാടിയിരുന്നേ. ഇവിടെ പറയുകയോ, യേശുവിന്റെ കരം ഒന്ന് ഭയപ്പാടുകളെ മാറ്റും. രണ്ടാമത്, യേശുവിന്റെ കരം ജീവപ്രാപ്തിക്കുതകും. എന്താണ് ജീവപ്രാപ്തിക്കുതകുന്നത്? മരിച്ചതിനെ ജീവിപ്പിക്കുന്നതയോ. കണ്ടോ, ഇവിടെ യേശു കർത്താവ് അവളെ കണ്ട് അവളോട് മനസ്സലിഞ്ഞിട്ട് അവളോട് പറയെ, കരയേണ്ട. അടുത്ത പദം, അവൾ അടുത്ത് എന്ന് മഞ്ചം തൊട്ടു. യേശു അടുത്ത് എന്ന് മഞ്ചം തൊട്ട് കഴിഞ്ഞപ്പോൾ ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ചുമക്കുന്നവർ നിന്നു. ഇന്ന് പകൽക്കാലം യേശു തൊട്ടാൽ അവസ്ഥകൾക്ക് ആമേൻ ഹല്ലേലൂയ മാറ്റമുണ്ടാകും. നാളുകളായി നീ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയമായിരിക്കാം, പക്ഷെ യേശു തൊട്ടാൽ ഇനി നീ ചുമക്കേണ്ടി വരികയില്ല. കൂനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വരിക. നാളുകൾ കൊണ്ട് അവൾ കൂനുമായി നടക്കുക, യാതൊരു മാറ്റവുമില്ല. പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ, യേശുവിന്റെ കരസ്പർശം പതിഞ്ഞപ്പോൾ അവളുടെ കൂനുകൾ മാറി. അവൾ നിവർന്ന് നിൽക്കാൻ തുടങ്ങി. അവൾ നിവർന്ന് നടക്കാൻ തുടങ്ങി. അവർ നിവർന്ന് നിൽക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി, നിവരാൻ അന്നുവരെ കുനിഞ്ഞിരുന്നവൾ നിവരാൻ തുടങ്ങി. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ സ്തോത്ര, ചിലത് നിവർന്നു വരാൻ പോകുകയാ. വളഞ്ഞതും ഒടിഞ്ഞതും ചതഞ്ഞതുമായ വിഷയങ്ങൾ നിവർന്നു വരാൻ പോകുകയാ. ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടാൻ പോകുകയാ. മഞ്ചം തൊട്ടതേ ഉള്ളൂ, ജീവന്റെ ജീവദാതാവിൽ നിന്നും ജീവൻ അവളുടെ മേൽ വ്യാപരിക്കുകയെ. കണ്ടോ, ആമേൻ ഹല്ലേലൂയ. ജീവദാതാവിൽ നിന്നും, ജീവന്റെ ഉടമസ്ഥനിൽ നിന്നും മുമ്പേ നാം വായിച്ചതുപോലെ അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ്. അതെ, അവനിലുള്ള ജീവനാണ് ഇവളുടെ മേൽ വ്യാപരിക്കപ്പെട്ടത്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ചുമക്കുന്നവർ നിൽക്കും. ഇനിയും ചുമക്കേണ്ട കാര്യമില്ല. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. ഇനിയും നീ ഈ രോഗം ചുമക്കേണ്ട, ഇനി നീ ഈ ഭാരം ചുമക്കേണ്ട, ഇനി നീ ഈ ഭയം ചുമക്കേണ്ട, ഇനി നീ ഈ ടെൻഷൻ ചുമക്കേണ്ട, ഇനിയും നീ അവൻ സ്വന്തം പ്രതിസന്ധികൾ ചുമക്കേണ്ട, ഇനി നീ ആകുല ചിന്തകൾ ചുമക്കേണ്ട. യേശുവിന്റെ കരസ്പർശനം ആമേൻ നിന്നെ തൊടുകയാണ്. ആമേൻ സ്തോത്രം. ഇതുവരെ നീ ചുമന്നത് ഇന്നു പകൽ അതിനൊരു പര്യവസാനം ഉണ്ടാകുകയാണ്. നീ പുറത്തു വരാൻ പോകുന്നു. നിനക്കൊരു വിടുതൽ ഉണ്ടാകാൻ പോകുന്നു. യേശു നിന്നെ തൊടുന്നു.
ഹല്ലേലൂയ. യേശു നിന്നെ തൊടുന്നു, യേശു നിന്നെ തൊടുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നവരുടെ മേൽ ആമേൻ അവരറിയാതെ അവരുടെ ജീവിതത്തിനകത്ത് ഒരു കരസ്പർശനം വെളിപ്പെടുകയ, ഒരു ദൈവശക്തി വെളിപ്പെടുകയ, ദൈവത്തിന്റെ കരം അവരെ തൊടുകയ. ഇന്ന് പകൽ മറന്നു പോകരുത്. ആമേൻ ആമേൻ ആമേൻ. കരയേണ്ട എന്ന് പറഞ്ഞ് അവൾ അടുത്ത് എന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ഇന്ന് പകലിൽ ആമേൻ ചില പതിവുകൾ തെറ്റാൻ പോകുകയാ. ആമേൻ 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 ആമേൻ. ഇതുവരെ നീ ചുമന്നു വന്നത് ഇന്ന് മുതൽ നീ ചുമക്കേണ്ടി വരികയില്ല. ആ വിഷയത്തിന്റെ മേൽ ദൈവം തൊട്ടിട്ടുണ്ട്. തൊടേണ്ടവൻ തൊട്ടാൽ ഇനി നീ ചുമക്കേണ്ടി വരികയില്ല. ചുമക്കുന്നവർ നിന്നതിന്റെ കാരണം യേശു പറഞ്ഞില്ല ചുമക്കുന്നവരെ നിങ്ങൾ നിൽക്ക, ഞാനൊന്ന് കാണട്ടെ, ഞാനൊന്ന് തൊടട്ടെ. ഇല്ല, യേശു മഞ്ചത്തെ തൊട്ടാൽ പിന്നെ ചുമക്കേണ്ട ഗതികേട് വരികയില്ല. ഓ, ഇവിടെ ഒരു ഉയർപ്പ് വെളിപ്പെടാൻ പോകുന്നു, ഇവിടെ ഒരു ജീവൻ വ്യാപരിക്കാൻ പോകുന്നു, ഇവിടെ ആരൊക്കെയോ പുറത്തു വരാൻ പോകുന്നു. ഈ പ്രഭാതം ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മകനാണ്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ആമേൻ. അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ഈ വേദഭാഗം തന്നെ ഒരു 3-4 വിധത്തിൽ ഇതിനെ തരംതിരിക്കാൻ പറ്റും. ആമേൻ. സ്തോത്രം. 3-4 പദപ്രയോഗങ്ങളുണ്ട്. 1 ആമേൻ മനസ്സലിഞ്ഞു കർത്താവ്, 2 കരയണ്ട എന്ന് പറഞ്ഞ കർത്താവ്, 3 അടുത്ത് ചെന്ന് കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 4 മഞ്ചം തൊട്ടു, 5 ചുമക്കുന്നവർ നിന്നു. ഈ 5 കാര്യങ്ങളൂടെ വിവരിച്ചാൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഉച്ച കഴിഞ്ഞാലും വൈകിട്ടായാലും നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. അവിടെ കൊണ്ട് ആ ഭാഗം നിർത്തുകയാ. കണ്ടോ? 1 യേശുവിന്റെ കരസ്പർശനം ഭയത്തെ മാറ്റിയതാണ്. യേശുവിന്റെ കരസ്പർശനം ആമേൻ മഞ്ചം തൊടുന്നവരിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ മഞ്ചത്തു നിന്ന് അവൾ പുറത്തു വരുന്നതാണ്. ജീവപ്രാപ്തിക്ക് ഉതകുന്നതാണ് യേശുവിന്റെ കരസ്പർശനം. മരണം കാത്തു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണത്തിന്റെ കഠാരമായ ഹസ്തങ്ങൾ ആമേൻ തഴുകി ആമേൻ തലോടി ആമേൻ തകർത്തുകളവൻ ശത്രു പദ്ധതിയിട്ട് ആരെങ്കിലും ഈ പ്രഭാതത്തിൽ കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ദൈവാത്മാവ് ഇടപെടുകയാണ്. മരണത്തിന്റെ കഠാരമായ ഹസ്തങ്ങളെ തകർത്തുകൊണ്ട് ജീവപ്രാപ്തിക്ക് ഉതകുന്ന ദൈവത്തിന്റെ ജീവൻ നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയെ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ജീവൻ വ്യാപരിക്കും. അതെ, വിശ്വസിക്കുന്നവരുടെ മേൽ ആ ജീവൻ വ്യാപരിക്കും. മഞ്ചം തൊട്ടു ദൈവം നിന്നെ തൊടും. മഞ്ചം തൊട്ടു ദൈവം നിന്നെ തൊടും. മഞ്ചം അവിടെ തൊട്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം നിന്നെ തൊടുകയാ, ദൈവം നിന്നെ തൊടുകയാ, ദൈവം നിന്നെ തൊടുകയാ. ആമേൻ. അവിടെ മഞ്ചം കെട്ട തൊട്ടെങ്കിൽ, ചുമക്കുന്നവർ നിന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം ഈ വചനം അകത്ത് കയറുമ്പോൾ ദൈവം നിന്നെ തൊടുകയാ, ദൈവം നിന്നെ തൊടുകയാ. അതെ, ദൈവം നിന്നെ തൊടുകയാ. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. ആമേൻ. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വൈദ്യശാസ്ത്രത്തിന് മാറ്റാൻ കഴിയാത്ത ചില രോഗങ്ങൾ, അത്ഭുത സൗഖ്യം ഇന്ന് പകൽ സ്വർഗ്ഗം കൈമാറുന്നു. അതിനെ സ്വീകരിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ സൗഖ്യമാക്കുകയാ. അപ്പൊ മനുഷ്യര് അസാധ്യമായത് യേശുവിന്റെ കരസ്പർശനത്തിനകത്ത് വെളിപ്പെടും. യേശുവിന്റെ വിരൽത്തുമ്പിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ കരത്തിൽ വിടുതലുകളുണ്ട്. 1 യേശുവിന്റെ കരസ്പർശനം നിന്റെ ഭയത്തെ മാറ്റുന്നതാണ്. 2 യേശുവിന്റെ കരസ്പർശനം നിന്നെ ജീവപ്രാപ്തിക്ക് ഉതകുന്നത്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. മാർക്കോസ് 9:27 കൂടെ ഒന്ന് വായിച്ചു. അപ്പൊ മത്തായി 14:31 അവൻ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വിടുതലിന്റെ പകലാണ്. വായിച്ചാട്ടെ മാർക്കോസിന്റെ സുവിശേഷം 9:27. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. കണ്ടോ? യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റ്. കണ്ടോ? ആദ്യത്തെ വാക്യത്തിൽ യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു.
ആമേൻ. രണ്ടാമത്തെ വാക്യത്തിൽ യേശു അവനെ തൊട്ടു, യേശു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, അവന്റെ നരിയാണികൾ ഉറച്ചു, അവന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. ഒന്ന് ഭയപ്പാടുകളെ മാറ്റുന്നതാണെങ്കിൽ, രണ്ട് ജീവപ്രാപ്തിക്ക് ഉതകുന്നതാണെങ്കിൽ, മൂന്ന് ഈ യേശുവിന്റെ കരസ്പർശനം നിന്റെ വിടുതൽ ഉതകുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ വിടുതലിന് ഉതകുന്നതാണ്. വേഗത്തിൽ പോകട്ടെ, സമയമില്ല. നിന്റെ വിടുതലിന് ഉതകുന്നതാണ്. എന്താണ് നിന്റെ വിടുതലിന് ഉതകുന്ന കരസ്പർശനം? ഹല്ലേലൂയ. ഒറ്റവാക്യത്തിൽ ഇങ്ങനെ പറയാം, ആമേൻ ആമേൻ. മനുഷ്യന് ചെയ്തു തരാൻ കഴിയാത്ത ചില വിടുതലുകൾ വേണ്ടുന്ന മേഖലകൾ നിന്റെ ജീവിതത്തിന്റെ അകത്തലങ്ങളുണ്ട്. മരുന്നിനോ വൈദ്യനോ ആമേൻ സ്തോത്രം ആശുപത്രികൾക്കോ ഒന്നും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ആമേൻ ചില വിടുതലുകൾ ആവശ്യമായ ആമേൻ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളുണ്ട്. അതിനകത്തേക്ക് യേശുവിന്റെ കരം ഇന്ന് തൊടുകയ, യേശുവിന്റെ കരം നീട്ടുകയ. ഈ കരം നിന്റെ വിടുതലിനെ തടയുന്ന കരമല്ല, ഈ കരം നിനക്ക് വിടുതൽ തരുന്ന കരമാണ്. ഓ, നിന്നെ സൗഖ്യമാക്കുന്ന കരമാണ്. ഇന്ന് പകൽ എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പകൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ചലിക്കുക, ഒരു അഭിഷേകം ചലിക്കുക. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു, ആരെയൊക്കെയോ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നു, ഏതൊക്കെയോ രോഗികൾ ഈ പകൽക്കാലം ഹീലാകുന്നു. Praise the Lord. ഇത് നിന്റെ വിടുതലിന്റെ പകലാണ്. ഈ കരം നിന്നെ വിടുവിക്കുന്ന കരമാണ്. ഈ കരം നിന്നെ തകർക്കുന്ന കരമല്ല. ആമേൻ. ആശുപത്രിയിൽ പോയിട്ട് എന്ത് കിട്ടി? രോഗം മാറിയോ? ഇല്ല. മരുന്ന് കഴിച്ചിട്ട് എന്തോ പ്രയോജനമുണ്ടായി? രോഗം മാറിയോ? ഇല്ല. നാളുകൾ കൊണ്ട് അഡ്മിറ്റ് ആയിട്ട് എന്ത് കിട്ടി? രോഗം മാറിയോ? ഇല്ല. പോയതും സമയം പോയതുമല്ലാതെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കരത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ കരസ്പർശനത്തിന് നിനക്ക് വിടുതൽ നൽകാൻ കഴിയും. അതുകൊണ്ട് ആമേൻ, നിന്റെ ആശ്രയം മനുഷ്യപുത്രന്മാരിലാകരുത്. പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ അവൻ നിന്റെ ആശ്രയം വെക്കരുത്. മറിച്ച് പ്രാരംഭത്തിൽ വായിച്ചതുപോലെ ആൽഫയും ഒമേഗയും ജീവനുള്ളവനുമാകുന്ന ദൈവത്തിൽ നിന്റെ ആശ്രയം വെച്ചാൽ നീ ലജ്ജിക്കേണ്ടത് വരികയില്ല, നീ തലകുനിക്കേണ്ടി വരികയില്ല. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നീ മുഖം കുനിക്കേണ്ടി വരികയില്ല, നീ മുഖം വാടേണ്ടി വരികയില്ല. അത് വിടുതലിന്റെ കരമാണ്, അത് വിടുതലിന്റെ ശബ്ദമാണ്. യേശുവിന്റെ കൈ വിടുതലിന്റെ കരമാണെങ്കിൽ യേശുവിന്റെ ശബ്ദം വിടുതലിന്റെ ശബ്ദമാ. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്ന ശബ്ദം. ഹല്ലേലൂയ. ആ മരിച്ചവനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന ശബ്ദം, അതൊരു വിടുതലിന്റെ ശബ്ദമാ. ഇതൊരു വിടുതലിന്റെ കരമാ. ഇന്ന് പകൽ ഈ കരം ചിലരെ വിടുവിക്കാൻ പോകുക. പിശാച് ബന്ധിച്ചിട്ടതാണെങ്കിൽ ഇന്ന് പകൽ നിനക്കൊരു വിടുതലുണ്ട്. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു വിടുതലുണ്ടായി. 38 ആണ്ട് കുളക്കടവിൽ കിടന്ന മനുഷ്യന് ഒരു വിടുതലുണ്ടായി. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിരന്തരമായി ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യന് ഒരു വിടുതലുണ്ടായി. ഹല്ലേലൂയ. 4 ദിവസം നറ്റം വമിച്ച ലാസറിന് ഒരു വിടുതലുണ്ടായി. ഇന്ന് പകൽ നൂറുകണക്കിന് അത്ഭുതങ്ങൾ തിരുവചനത്തിൽ എടുത്തു പറയാനുണ്ട്. ഇന്ന് പകൽ ആ വിടുതലിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. ആ കരം നിന്നെ വിടുവിക്കാൻ തയ്യാറാണ്. ഞാനൊരു ഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്തൃകരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകൽ ആ വിടുതലിന്റെ കരം നിന്നെ തൊടും, നിന്റെ ഭവനത്തെ തൊടും, നിന്റെ തലമുറയെ തൊടും. നിന്റെ ആമേൻ സ്തോത്രം. എവിടെയാണോ ആർക്കാണോ വിടുതൽ വേണ്ടത് ആ വ്യക്തിയെ ഇന്ന് പകൽ തൊടാൻ ഈ കരത്തിന് സാധ്യമാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, ഇത് ഭയപ്പാടുകളെ മാറ്റുന്ന കരം മാത്രമല്ല, ജീവപ്രാപ്തിക്ക് ഉതകുന്ന കരമാണ്. ഇത് വിടുതൽ തരുന്ന കരമാണ്. മറന്നു പോകരുത്, വിടുതൽ തരുന്ന കരം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 34-ാം വാക്യം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. 9:29. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ആമീൻ. കണ്ണു തൊട്ടു, കണ്ണു തൊട്ടു, കണ്ണു തുറന്നു. 9:29. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 8:15. കണ്ണു തൊട്ടു, വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സൗഖ്യമായി. 8:15. അവനോ അവളുടെ കൈ തൊട്ടു. ആമേൻ സ്തോത്രം. പനി അവളെ വിട്ടു. ഇന്ന് പകൽക്കാലം യേശു തൊട്ടാൽ വിടുതൽ ഉണ്ടാകും. ആമേൻ സ്തോത്രം.
കണ്ണ് തുറക്കും. ആദ്യത്തെ 2 ആമേൻ സ്തോത്രം വാക്യങ്ങളിൽ യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. ആമേൻ. കണ്ണ് തുറക്കപ്പെടും, കണ്ണ് തുറക്കപ്പെടും. ആത്മീകമായി അന്ധത പിടിച്ചിരിക്കുന്ന നിന്റെ കണ്ണുകൾ ആമേൻ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുകയാ. ആമേൻ. കുരുട്ട് കണ്ണുകളെ ദൈവം തുറക്കാൻ പോകുകയാ. നിന്റെ ഭയപ്പാടുകളെ മാറ്റുന്ന മാത്രമല്ല, ആമേൻ, ജീവപ്രാപ്തിക്ക് മാത്രമല്ല, വിടുതലിന് മാത്രമല്ല, ആമേൻ, നിന്റെ കണ്ണ് തുറക്കാൻ ഈ കരസ്പർശനം സാധ്യമാണ്. നിന്റെ കണ്ണ് തുറക്ക്. നാളുകളായി നിന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ കണ്ണ് തുറക്ക്. ഹല്ലേലൂയ. അല്ലയോ ഗലാത്യരേ, നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആർ? ആമേൻ. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഇന്ന് പകലിൽ കണ്ണുകൾ തുറക്ക്. ആമേൻ. ഹല്ലേലൂയ. ആകരെ നിന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് എന്താ? നിന്റെ കണ്ണ് തുറക്കപ്പെടുമ്പോൾ ആമേൻ ഇതുവരെ കാണാത്ത പൈതലിന് വേണ്ടിയുള്ള ഉറവ മരുഭൂമിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ നീ ഒന്നും കാണുന്നില്ലായിരിക്കാം, കാറ്റ് കാണുന്നില്ലായിരിക്കാം, കോള് കാണുന്നില്ലായിരിക്കാം. മരുഭൂമിയിൽ കുഴികളെ വെട്ടുവിൻ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ നീ കുഴികളെ വെട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക, വിശ്വാസത്തിന്റെ പ്രവൃത്തി നിന്നിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാ കാറ്റിന്റെ ആവശ്യം ദൈവത്തിനില്ല. ആമേൻ. മഴയുടെ ആവശ്യം ദൈവത്തിനില്ല. നിനക്ക് വേണ്ടത് കുഴികൾക്കകത്ത് വെള്ളമാണെങ്കിൽ അത് ഇന്ന് പകൽ തരാനവൻ ശക്തനാണ്. അതുകൊണ്ട് മറന്നു പോകരുത്. കണ്ണ് തുറക്കാൻ പോകുക, കണ്ണ് തുറക്കാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് വെളിപ്പെട്ട വിടുതൽ കാണാൻ കഴിയാതെ നിന്റെ കണ്ണിനെ അടച്ചിരിക്കുന്ന കുട്ടവ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിയപ്പെടാൻ പോകുക. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വഴികൾ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കുന്നു. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിടുതലുകൾ അവൻ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഇന്ന് പകൽ എത്ര ദൈവത്തെ സ്തുതിക്കും. നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയമാ. നീ പറഞ്ഞു, ആമേൻ, ഇതുവരെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയിട്ടില്ലല്ലോ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്നേ വന്നു? നിന്റെ കണ്ണു തുറക്കാത്തതാണ് കുഴപ്പം. എന്നേ നന്മയുടെ വഴികൾ തുറന്നു. കണ്ണു തുറക്കാത്തതാണ് കുഴപ്പം. എന്നേ വിടുതൽ നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടു. എന്നേ നിന്റെ ശരീരത്തിലെ ഒന്ന് സൗഖ്യം വ്യാപരിക്കപ്പെട്ടു. പക്ഷെ നീ അറിയുന്നില്ല, കണ്ണു തുറക്കാത്തതാണ് കുഴപ്പം. ഇന്ന് വൽക്കാല കണ്ണുകൾ തുറക്കപ്പെട്ടാൽ ആ വിടുതലിന്റെ ആത്മതലങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരും. ആഗറിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോഴാണ് ആമേൻ, 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 സ്തോത്രം, ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ വെളിപ്പെട്ടത്, ഒരു ഉണർവ് അവിടെ വെളിപ്പെട്ടത്. അവിടെ ആമേൻ, സ്തോത്രം, 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 ആമേൻ, ഹല്ലേലൂയ, വെള്ളം കോരി കൊടുപ്പാൻ തക്കതായ വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഇന്ന് പകലിൽ യേശുവിന്റെ കരം ആമേൻ നിന്റെ കണ്ണ് തുറക്കുന്നതാണ്. കുരുട്ട് കണ്ണുകൾ ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ലോകമടച്ച കണ്ണുകൾ ഇന്ന് പകൽ തുറന്നു വരട്ടെ. പിശാച് ബന്ധിച്ച കണ്ണുകൾ ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. മനുഷ്യൻ ബന്ധിച്ച കണ്ണുകൾ ഇന്ന് രാത്രി ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. അടുത്ത പദത്തിലേക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യം. വേഗം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യം. അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. മർക്കോസ് 14:31 വായിച്ചേ. മത്തായി 14:31. മത്തായി 14:31. മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചത്, അവൻ അവനെ പുരുഷാരത്തിൽ ആമേൻ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്തോത്രം. മത്തായി 14:31. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ. മതി മതി മതി. ആദ്യത്തെ പദമായി ആദ്യത്തെ പദം മർക്കോസ് 7:33. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവന്റെ ചെവിയിൽ വിരലിട്ടു. എന്നിട്ട് തൂപ്പി അവന്റെ നാവിനെ തൊട്ടു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബന്ധനങ്ങളെ അഴിപ്പാൻ കഴിവുള്ളതാണ് യേശുവിന്റെ കരം. ഇന്ന് പകൽ മറന്നു പോകരുത്. ഭയം മാറ്റാൻ മാത്രമല്ല, ജീവപ്രാപ്തിക്ക് ഒതുങ്ങുന്നത് മാത്രമല്ല, വിടുതലുള്ളത് മാത്രമല്ല, കണ്ണു തുറക്കാൻ മാത്രമല്ല, നിന്റെ ബന്ധനങ്ങൾ നിന്നും നിന്നെ പൂർണ്ണമായും മോചിപ്പിക്കുവാൻ ആമേൻ സ്തോത്രം ഈ കരത്തിന് കഴിയും. 18, 12, 38 ആണ്ടുകൾ ബന്ധിച്ചു വെച്ചതിനെ, അമ്മയുടെ ഗർഭം മുതൽ ബന്ധിച്ചു വെച്ചതിനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗം ബന്ധനങ്ങളെ അഴിച്ചെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ രോഗം ഒരു ബന്ധനമായി നിന്റെ കുടുംബത്തെ ഭരിക്കുന്നു. കടഭാരം ഒരു ബന്ധനമായി നിന്റെ ഭവനത്തെ ഭരിക്കുന്നു. ഭയപ്പാടുകൾ ഒരു ബന്ധനമായി നിന്റെ വീടിനെ അലട്ടുന്നു. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ
നന്മകൾ വരാതെ വണ്ണം തടഞ്ഞത് ഒരു ബന്ധനമായി നിന്റെ ഭൗതിക തലങ്ങളെ ബന്ധിക്കുന്നു. ഇന്ന് പകൽ ആ ബന്ധനങ്ങളെ അഴിപ്പാൻ ആര് ബന്ധിച്ചതാണെങ്കിലും, എവിടെ ബന്ധിച്ചതാണെങ്കിലും, എങ്ങനെ ബന്ധിച്ചതാണെങ്കിലും അതിനെ അഴിപ്പാൻ കരുത്തുള്ള ഒരു കരം ഇന്നും ചലിക്കുന്നു. ഓതിയതാണെങ്കിലും ഓതാത്തതാണെങ്കിലും ഏത് കെട്ടിനെയും അഴിക്കുന്ന യേശുവിന്റെ കരസ്പർശനം ഇന്ന് മകൽ മറന്നുപോകരുത്. ഭവനത്തെ കെട്ടിയതാണെങ്കിലും, വ്യക്തി ജീവിതങ്ങളെ കെട്ടിയതാണെങ്കിലും, നന്മകളെ ബന്ധിച്ചതാണെങ്കിലും, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭൂമിയെ ബന്ധിച്ചതാണെങ്കിലും, വസ്തുവകകളെ ബന്ധിച്ചതാണെങ്കിലും ഇന്ന് മകൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. നാളുകളായി പിശാച് ബന്ധിച്ചത് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അതിനെ അഴിക്കുകയാണ്. സ്ഥലങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ, ഭൂമിയെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. നാളുകളായി കൈമാറാൻ നോക്കിയിട്ട് കൈമാറാൻ കഴിയാതെ ഭൂമിയെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് മുതൽ സ്വർഗം അഴിക്കുകയാണ്. നാളുകളായി കൈമാറാൻ നോക്കിയിട്ട് കൈമാറാൻ കഴിയാതെ ആമേൻ 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 ഹല്ലേലൂയ ഒരു തരത്തിലും മുമ്പോട്ട് വിടാതെ വേണം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആമേൻ ബന്ധിച്ചിരിക്കുന്ന ആ ദുരാത്മാവിന്റെ മണ്ഡലത്തെ ഇന്ന് മുതൽ ചില ഭൂമികളിൽ നിന്നും സ്വർഗം അതിനെ അഴിക്കുന്നു. ചിലർ സ്വതന്ത്രമാകുന്നു, ചില ഇടപാടുകൾ വേഗത്തിൽ നടക്കുന്നു. യേശുവിന്റെ കരസ്പർശനം നിന്റെ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. അടുത്ത പദത്തിലേക്ക് വേഗത്തിൽ പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 51-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 51-ാം വാക്യം. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു, അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. സ്തോത്രം. ഇത് യേശു കർത്താവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ തന്നെ എതിരേൽപ്പാൻ വന്ന ശതാധിപ സംഘം, ആ സംഘത്തിൽ ഉള്ളവന്റെ കാത്, ശതാധിപന്റെ കാത് പത്രോസ് വാളെടുത്തുകൊണ്ട് അവർക്ക് തരും. ചോരയിൽ കിടന്ന് പിടയുന്ന കാതെടുത്ത് അതുപോലെ സൗഖ്യമാക്കി കൊടുത്തിട്ട് യേശു തെളിയിക്കുകയാണ്. എന്താ തെളിയിച്ചത്? ഞാൻ വന്നത് അടിക്കും ഇടിക്കുമൊന്നുമല്ല, ഞാൻ വന്നത് സമാധാനത്തെ തകർക്കാനല്ല, ഞാൻ വന്നത് ഭയപ്പാടുകൾ നൽകാനല്ല, ഞാൻ വന്നത് എന്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത് യേശു കർത്താവ് ഒരൊറ്റ മിനിറ്റിൽ അവിടെ തെളിയിക്കുക. ചോരയിൽ പിടഞ്ഞൊഴുകുന്ന കാതിനെ എടുത്ത് ഉടയവൻ അതുപോലെ എടുത്ത് ആമേൻ സ്തോത്രം അതിനെ സൗഖ്യമാക്കുകയെ കണ്ടോ. അപ്പം ഹല്ലേലൂയ, ഇപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് പകൽ മറന്നു പോകരുത്, ശത്രുവിനെയും സഹായിക്കുന്ന യേശുവിന്റെ കരം. ഹല്ലേലൂയ, മറന്നു പോകരുത്, ശത്രുവിനെയും സഹായിക്കുന്ന യേശുവിന്റെ കരം. അപ്പൊ ഭയപ്പാടുകൾ മാറ്റുന്നത് മാത്രമല്ല, ജീവപ്രാപ്തിക്ക് ഉതകുന്നത്, വിടുതലിനെ കണ്ണു തുറക്കുന്നതിന്, ബന്ധനത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകുന്നതിനല്ല. യേശുവിന്റെ കരം ഒരു വിടുതലാണെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ വന്ന, തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ശത്രുവിന്റെ മുമ്പിലും യേശുവിന്റെ കരം, സൗഖ്യദായകമായ കരം വെളിപ്പെട്ടതുപോലെ ശത്രുവിന്റെ മുമ്പിലും തിന്മയ്ക്കായിട്ടും ദോഷത്തിനായിട്ടും അല്ല ആ കരം വെളിപ്പെട്ടത്, അത് അവരുടെ നന്മയ്ക്കായി തന്നെ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ക്ഷമാപണത്തിന്റെ പ്രാർത്ഥന അവിടെ നടത്തുന്നത്. അതുകൊണ്ട് ആമേൻ സ്തോത്രം, യേശുവിന്റെ കരസ്പർശനം ആമേൻ ശത്രുവിനെ സ്നേഹിപ്പാൻ കഴിയുന്നതാണ്, ശത്രുവിനെ സഹായിപ്പാൻ കഴിയുന്നതാണ്. കണ്ടോ, പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ വന്ന ശത്രുവിനെ സഹായിക്കേണ്ട സമയത്ത് ആമേൻ ഹല്ലേലൂയ കാതെടുത്ത് സൗഖ്യമാക്കി കൊടുത്തു. ആമേൻ. പിന്നീട് യേശുവിന് കിട്ടിയത് എന്താണ്? അടിയാണ്. പിന്നെ യേശുവിന് കിട്ടിയത് എന്താണ്? തുപ്പാണ്. പിന്നെ യേശുവിന് കിട്ടിയത് എന്താണ്? മുൾക്കിരീടം മെടഞ്ഞുണ്ടാക്കി ആമേൻ ഹല്ലേലൂയ തലയിൽ വെക്കുകയാണ്. അങ്ങനെ യേശുവിന് കിട്ടിയത് മുഴുവനും ആമേൻ ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടുള്ളതായിരുന്നു. എങ്കിലും ആമേൻ തിന്മയ്ക്കായി ആമേൻ വെളിപ്പെട്ടത് മുഴുവനും, അല്ലെങ്കിൽ ശത്രുവിൽ നിന്നും ആമേൻ വെളിപ്പെട്ടത് മുഴുവനും ഹല്ലേലൂയ അത് വെളിപ്പെടുന്നതിന് തൊട്ട് മുൻപ് ശത്രുവിനെ സഹായിപ്പാൻ യേശുവിന്റെ കരം വെളിപ്പെട്ടു. ഇന്ന് പകൽ മറന്നുപോകരുത്, ശത്രുവിനെ സഹായിക്കാതെ വണ്ണം ആമേൻ മാറിപ്പോകുന്ന കരമല്ല യേശുവിന്റെ കരം, ശത്രുവിനെയും സഹായിക്കുന്ന കരമാണ് യേശുവിന്റെ കരം. അടുത്തൊരു പദം കൂടെ പറഞ്ഞു നിർത്താം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. വേഗം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം.
പിന്നെ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. കണ്ടോ, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. മുമ്പ് വായിച്ച വാക്യത്തിനകത്ത് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കിയത്. കേട്ടോ, അപ്പൊ യേശുവിന്റെ കരസ്പർശനത്തിന് ശത്രുവിനെ സഹായിക്കാൻ കഴിയും. അടുത്ത പദം, യേശുവിന്റെ കരസ്പർശനം നിന്നെ അനുഗ്രഹിക്കുന്നതാണ്, നിന്നെ അടിച്ചമർത്തുന്നതല്ല, നിന്റെ വഴികളെ ബന്ധിക്കുന്നതല്ല. ആമേൻ, സ്തോത്രം. നിന്നെ ശൂന്യമാക്കുന്നതല്ല. ആമേൻ, സ്തോത്രം. യേശുവിന്റെ കരസ്പർശനം, ആമേൻ, ഹല്ലേലൂയ, നിന്നെ അനുഗ്രഹിക്കുന്നതാണ്. യേശു നിന്നെ അനുഗ്രഹിച്ചാൽ, യേശുവിന്റെ കരസ്പർശനത്തിന്റെ ജീവിതത്തിൽ വന്നാൽ അതൊരു അനുഗ്രഹമായി വെളിപ്പെടാം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ യേശുവിന്റെ കരം ഒരു സൗഖ്യമായി വെളിപ്പെടുക. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? യേശുവിന്റെ കരം ഒരു സൗഖ്യമായി വെളിപ്പെടുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ കരസ്പർശനം ഭയത്തെ മാറ്റുന്നതാണ്. ആമേൻ, മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാണ്, വിടുതൽ കൊടുക്കുന്നതാണ്, കണ്ണ് തുറക്കുന്നതാണ്, ബന്ധിച്ച ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്, ശത്രുവിനെ സഹായിക്കുന്നതാണ്. ആ കരം നിന്നെ അനുഗ്രഹിക്കുന്നതാണ്, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതാണ്, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്നതാണ്, നിന്റെ ആത്മീക ജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ്, നിന്റെ ഭൗതിക മേഖലകളെ അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് പകലിൽ യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, ദ്വാരത്തിൽ നിന്ന് അതിലൊന്നും കൂടുന്നില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് യേശുവിന്റെ കരസ്പർശനം നിന്നെ അനുഗ്രഹിക്കുന്നതാണ്. നിന്നെ അനുഗ്രഹിക്കുന്നത് പള്ളികളല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് ആമൻ വ്യക്തികളല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് സ്ഥലങ്ങളല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് കർമ്മങ്ങളല്ല. ആമൻ, നിന്നെ അനുഗ്രഹിക്കുന്നത് ആമൻ നേർച്ച കാഴ്ച വഴിപാടുകളും വെടിക്കെട്ടുകളുമല്ല. നിന്നെ അനുഗ്രഹിക്കുന്നത് സാക്ഷാൽ മരണത്തെ ഭേദിച്ച ആദ്യം വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം വായിച്ചതുപോലെ ആൽഫയും ഓമേഗയും ജീവനുമുള്ളവനാണ് അവൻ. നിന്നെ അനുഗ്രഹിച്ചാൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ ഭവനം ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ ആത്മീക ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ ഭൗതിക ഫലങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. പകൽക്കാലം ആൽഫയും ഓമേഗയും ജീവനുള്ളവനുമായ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാറാകട്ടെ. കണ്ണുകളെ